ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि तुयि नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 5-ാമത്തെ അധ്യായം ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ഈ ഒരു അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. 134-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ വിസ്തരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. വിഷ്ണുമൂർത്തികളെല്ലാവരും പുരുഷാവതാരങ്ങളെല്ലാവരും ശ്രീ നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ശേഷനും വരുന്നത്, ആനന്ദശേഷം വരുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ അവതാരം നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണെന്ന് പറയുന്നു. ഇനി മുന്നോട്ട് ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ ആ ഒരു ഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഏത് ഭാവത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ബലരാമൻ തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. ബലരാമൻ പല രീതിയിലും കൃഷ്ണനെ സേവിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഇരിപ്പിടമായിട്ടും അതേപോലെ തന്നെ ധാമായിട്ടും പല രീതിയിലും ഇരിക്കുന്ന ബെഡായിട്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ പല രീതിയിൽ വിസ്തരിക്കുന്നുണ്ട് അദ്ദേഹം ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടി ബലരാമൻ. അതേപോലെ തന്നെയാണ് നിത്യാനന്ദ പ്രഭുവിനെ സേവിക്കുവാൻ വേണ്ടി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുവാൻ വേണ്ടി ശ്രീ നിത്യാനന്ദ പ്രഭുവും അതേപോലെ തന്നെ പല രീതിയിലും സേവനങ്ങൾ
അനുഷ്ഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ശ്ലോകം മുതൽ 134 ശ്ലോകം മുതൽ നിത്യാനന്ദ പ്രഭുവിൻ്റെ ഭാവത്തെക്കുറിച്ച് പറയുന്നു. ഏ രൂപേ നിത്യാനന്ദ അനന്ത പ്രകാശ് സെയ് ഭാവേ കഹേ മുനി ചൈതന്യരദാസ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏയ് രൂപേ നിത്യാനന്ദ ആനന്ദ പ്രകാശ തേയി ഭാവേ കാഹേ മുനി ചൈതന്യരദാസ. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. അപ്രകാരം നിത്യാനന്ദ പ്രഭുവിന് അനന്തമായ അവതാരങ്ങളുണ്ട്. അതീന്ദ്രിയമായ ഭാവത്തിൽ തന്നെ ചൈതന്യന്റെ ദാസൻ എന്ന് അവിടുന്ന് സ്വയം വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീ നിത്യാനന്ദ പ്രഭു, അദ്ദേഹത്തിന് ഒരുപാട് അവതാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെല്ലാം അദ്ദേഹം സേവക് ഭഗവാൻ എന്ന് വിളിക്കുന്നു. അത് മഹാപ്രഭുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ സേവിക്കുന്നു ബലരാമൻ, മഹാപ്രഭുവിനെ സേവിക്കുന്നു അതേ ബലരാമൻ തന്നെ നിത്യാനന്ദ പ്രഭുവായിട്ട്. അപ്പോൾ സേവകനാണ്, സേവക് ഭഗവാനാണ് നിത്യാനന്ദ പ്രഭു. സേവ്യ ഭഗവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, സേവനം സ്വീകരിക്കുന്ന ആൾ. അദ്ദേഹത്തെ സേവിക്കുന്നത് ബലരാമൻ, ഇവിടെ നിത്യാനന്ദ പ്രഭു. കബു ഗുരു കബു സഖ കബു ഭൃത്യലീല പൂർവേയേ നീന ഭാവേ വ്രജ കൈലഖേല. ചിലപ്പോഴൊക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കബു ഗുരു കബു സഖ കബു ഭൃത്യലീല പൂർവേയേന തീന ഭാവേ വ്രജേ കൈലഖേല. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നിത്യാനന്ദ പ്രഭു ചിലപ്പോൾ ശ്രീ ചൈതന്യന്റെ ഗുരുവായും ചിലപ്പോൾ സുഹൃത്തായും മറ്റു ചിലപ്പോൾ ഭൃത്യനായും അവിടുന്നിനെ സേവിക്കുന്നു. മുൻപ് വ്രജത്തിൽ ഭഗവാൻ ബലരാമനും ഈ 3 ഭാവങ്ങളിലാണ് ശ്രീകൃഷ്ണനോടൊത്ത് ലീലകൾ ആടിയിരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുന്നു. ബലരാമൻ എങ്ങനെയാണോ കൃഷ്ണനെ സേവിച്ചിരുന്നത് അല്ലെങ്കിൽ സേവിക്കുന്നത്, ആ ഭാവത്തിൽ തന്നെ, ആ ഭാവങ്ങളിൽ തന്നെ പറയുന്നു. ചിലപ്പോൾ ഗുരുവായിട്ട്, ചിലപ്പോൾ സഖ, ചിലപ്പോൾ സുഹൃത്തായിട്ട്, ചില സമയത്ത് ഭൃത്യനായിട്ട്, ഭൃത്യൻ എന്ന് പറഞ്ഞ സേവകനായിട്ട്. എങ്ങനെയാണോ കൃഷ്ണനെ ബലരാമൻ സേവിച്ചുകൊണ്ടിരുന്നത്, ഈ 3 ഭാവത്തിലും അതേപോലെ തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുന്നു. വൃഷഹായ കൃഷ്ണസനെ മാതമാതീരണ കബു കൃഷ്ണ കരെ താര പാദ സംവാഹന. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചു. മാതാജി സാരില്ല, മാതാജി വായിച്ചോളൂ. അടുത്ത ഞാൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വൃഷഹാന കൃഷ്ണസാനെ മാധീരണ കഭു കൃഷ്ണ കരെ താൻഡ്ര പാദ സംവാഹന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബലരാമൻ കൃഷ്ണനോടൊത്ത് ഒരു കാളയെ പോലെ കളിക്കുമ്പോൾ ശിരസ്സുകൾ കൂട്ടിമുട്ടിച്ച് യുദ്ധം ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ കൃഷ്ണൻ ബലരാമന്റെ പാദങ്ങൾ തിരുമ്മി കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഖ്യഭാവത്തിൽ ബലരാമൻ കൃഷ്ണനുമായിട്ട് കളിക്കുന്ന സമയത്ത് അവർ സുഹൃത്തുക്കളായിട്ടും അവർ മിക്കവാറും എപ്പോഴും ഓപ്പോസിറ്റ് ടീമിലായിരിക്കും. രണ്ടുപേരും കൂടെ, ബലരാമൻ്റെ ടീമും കൃഷ്ണൻ്റെ ടീമും, ദാവുജിയുടെ ടീമും കാനയുടെ ടീമും. ഇവിടെ പറയുന്നു ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കൃഷ്ണനുമായിട്ട് കളിക്കുന്ന സമയത്ത് അവർ കാളയെപ്പോലെ, കാളകളുടെ യുദ്ധം കണ്ടിട്ടുണ്ടോ, അതേപോലെ ഇവർ രണ്ടുപേരും ആ ഒരു ഭാവത്തിൽ രണ്ടുപേരും അടികൂടുന്നു. അതേപോലെ ചില സമയങ്ങളിൽ അതേ ബലരാമൻ തന്നെ കൃഷ്ണൻ്റെ കാലുകളൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും കാണാം. പാദ സംവഹന, പാദങ്ങൾ അതായത് കൃഷ്ണൻ്റെ പാദങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു ചില സമയങ്ങളിൽ. അങ്ങനെയാണ്. അപ്പോൾ പല ഭാവത്തിലും ഭൃത്യൻ അല്ലെങ്കിൽ സേവകൻ്റെ ഭാവത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നു, സുഹൃത്തിൻ്റെ ഭാവത്തിൽ കളിക്കുന്നു. രണ്ട് കാളകൾ വന്ന് മുട്ടി അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന പോലെ. അപ്പനാക്കെ ഭൃത്യ കരി കൃഷ്ണ പ്രഭുജാൻ കൃഷ്ണേര കല അപ്പനാക്കെ മാനെ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. आपना के भृत्य करी कृष्णे प्रभु जाने, कृष्णे रकला रकला आपना के माने. विवर्तनम by His Divine Grace A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. ബലരാമൻ തന്നെ ഒരു ഭൃത്യനായി കരുതുകയും കൃഷ്ണനെ തന്റെ യജമാനായി അറിയുകയും ചെയ്യുന്നു. അപ്രകാരം കൃഷ്ണന്റെ ഒരു കലാ വിസ്തരണത്തിന്റെ തുച്ഛമായ വിസ്തരണമാണ് താനെന്ന് ബലരാമൻ സ്വയം കരുതുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ബലരാമൻ്റെ ഭാവം എന്താണ്? ബലരാമൻ സേവകനും, അതായത് ബലരാമൻ ചിന്തിക്കുന്നു എങ്ങനെയാണ്, ഞാൻ സേവകൻ, കൃഷ്ണനാണ് എൻ്റെ മാസ്റ്റർ, പ്രഭുവാണ്, അദ്ദേഹമാണ് എൻ്റെ പ്രഭു, പ്രഭുവിന് ഞാൻ സേവനം ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തിന് ഭൃത്യനാണ്. അദ്ദേഹത്തിനെ വിചാരിക്കുന്നത് ഒരു ഭൃത്യനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൃഷ്ണൻ്റെ ഒരു അംശമാണ് ഞാൻ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ആ ഒരു ഭാവത്തിലാണ് എപ്പോഴും ബലരാമൻ. ഓക്കെ, അടുത്ത ശ്ലോകം 138. വൃഷയാമനോ നർദന്തോ യുയുദ്ധാത്തെ പരസ്പരം അനുകൃത്യാരുതേർജന്തും ചേരതു പ്രാകൃതോ യഥാ. ഹരേ കൃഷ്ണ. വൃഷായമാണോ നർദ്ദന്തൗ യുയുധാതെ പരസ്പരം അനുകൃത്യ രുതൈർജന്തുശ്ചേരതു പ്രാകൃതൗ യഥാ. ശ്രീല പ്രഭുപാദ് കി ജയ്. സാധാരണ ബാലന്മാരെ പോലെ അഭിനയിച്ച അവർ കളിക്കുമ്പോൾ മുക്കറയിട്ടുകൊണ്ട് പരസ്പരം പൊരുതുകയും പലതരത്തിലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുകയും ചെയ്തു. ഇതും താഴെ വരുന്ന ഉദ്ധരണിയും ഭാഗവത്തിൽ 10, 11, 40, 10, 15, 14 നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതത്തിൽ നിന്ന് ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ എഴുതിയിരിക്കുന്നു. കൃഷ്ണനും ബലരാമനും കാളകളായിട്ട് കളിക്കുമ്പോൾ കാളകളെ പോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അടികൂടുന്നത് മനോഹരമായിട്ടുള്ള സഖ്യ ലീലകളാണ്. കൃഷ്ണനും കൃഷ്ണൻ്റെ സുഹൃത്തുക്കളും, അതിൽ ബലരാമനും ഉണ്ട്, ബാക്കി എല്ലാ സുഹൃത്തുക്കളും, മധുമംഗൾ, സ്തോത്രകൃഷ്ണ, സുബൽ സഖ, മണ്ഡലി ഭദ്ര, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. സുദാമ എന്ന് പറഞ്ഞ വേറെ സുഹൃത്തുണ്ട്. ഓക്കെ, സഖ, അർജുൻ സഖ, വേറെ സഖ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഇവിടെ ബലരാമനും കൃഷ്ണനും കൂടെ കളിക്കുന്ന കാര്യം പറയുന്നത്, അവർ കളിക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ കാളകളായിട്ടാണ് അവർ അഭിനയിക്കുന്നതെന്നുണ്ടെങ്കിൽ കാളകളുടെ ശബ്ദം ഉണ്ടാക്കും. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോഷ്ടാംഗോപബർഹണം സ്വയം വിശ്രാമയത്യാര്യം പാദസംവാഹനാധിഭിഃ. ഹരേ കൃഷ്ണ പ്രഭു. ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോത്സംഗോപബർഹണം സ്വയം വിശ്രാമയത്യാര്യം പാദസംവാഹനാദിഭിഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണന്റെ മുതിർന്ന സഹോദരൻ ബലരാമൻ ചിലപ്പോൾ കളികൾക്കു ശേഷം ക്ഷീണിതനായി ഒരു ഗോപബാലകന്റെ മടിയിൽ ശിരസ്സു ചാച്ച് വിശ്രമിക്കുന്ന വേളയിൽ കൃഷ്ണൻ സ്വയം അവിടത്തെ പാദങ്ങൾ തിരുമ്മി സേവിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ്റെ സ്നേഹം നോക്കൂ. കൃഷ്ണൻ തിരിച്ച് ബലരാമനെ സേവിക്കുന്നു. ബലരാമൻ എപ്പോഴും സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഭാവത്തിലാണ്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ബലരാമനെ സേവിക്കുന്നു, ബലരാമൻ്റെ കാലുകൾ തിരുമ്മി കൊടുക്കുന്നു, മസാജ് ചെയ്ത് കൊടുക്കുന്നു. ചില സമയങ്ങളിൽ ബലരാമൻ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുന്നത് വനത്തിലാണ്. വൃന്ദാവനത്തിൽ അവർ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ആദ്യം ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് പശുക്കിടാങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. വലുതാവുമ്പോഴാണ് പശുക്കളാവുന്നത്, അല്ലേ? നമുക്ക് ആ കഥ അറിയാം. കൃഷ്ണൻ്റെയും സുഹൃത്തുക്കളുടെയും ഗോചരൺ ലീലകൾ, ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത. ഓക്കെ, ഇവിടെ ബലരാമൻ ക്ഷീണമായിട്ട് ഇരിക്കുമ്പോൾ കിടക്കുന്ന സമയത്ത്, അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ മടിയിൽ കിടക്കും. ആ സമയത്ത് കൃഷ്ണൻ വന്ന് ബലരാമൻ്റെ കാലുകൾ തിരുമ്മി കൊടുക്കുന്നു. കേയം വാ കുത ആയാത ദൈവീ വാ നാരി ഉതാസുരി
പ്രായോ മായാസ്തു മേ ഭ്രാതുർ നാന്യമേപി വിമോഹിനി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. കേയം വാകുത ആയാത ദേവി വാനാരുദാസുരി പ്രായോ മായാസ്തു മേ ഭർത്തൃ നാന്യാ മേ അപി വിമോഹിനി. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ആരാണ് ഈ നിഗൂഢ ശക്തി? എവിടെ നിന്നാണ് ഇവൾ വന്നത്? ഇവൾ ഒരു ദേവതയോ അതോ ദുർദേവതയോ? ഇവൾ എന്റെ യജമാനൻ കൃഷ്ണന്റെ മായാശക്തി ആയിരിക്കണം, അല്ലാതെ മറ്റാർക്കാണ് എന്നെ ഈ വിധം സംഭ്രാന്തനാക്കാൻ കഴിയുക? ഭാവാർത്ഥം: ഭഗവാന്റെ വിനോദം നിറഞ്ഞ ലീലകൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ സംശയം ജനിപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവ് കൃഷ്ണന്റെ ഭഗവത്പദം പരീക്ഷിക്കുന്നതിനായി സ്വന്തം നിഗൂഢ ശക്തിയാൽ കൃഷ്ണന്റെ പശുക്കിടാങ്ങളെയും ഗോപബാലകരെയും അപഹരിച്ചു. കൃഷ്ണൻ പശുക്കളെയും ബാലകരെയും അവരുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പ്രതികരിച്ചു. അത്തരം വിസ്മയകരമായ ഒരു പകരം വീട്ടലിനെ കുറിച്ചുള്ള ബലരാമന്റെ വിചാരങ്ങൾ ഈ ശ്ലോകത്തിൽ ചിത്രീകരിക്കുന്നു. ഭാഗവതം 10:13-37. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ബലരാമൻ ചിന്തിക്കുന്ന കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, ബ്രഹ്മവിമോഹൻ ലീല നടക്കുന്ന സമയത്ത് ബ്രഹ്മാവിന് കൺഫ്യൂഷനായി. ബ്രഹ്മാവിന് സംശയം തോന്നി, ഇത് ശരിക്കും ഭഗവാൻ തന്നെയാണോ? ഇതെൻ്റെ വിഷ്ണു തന്നെയാണോ? എൻ്റെ ആരാധനാമൂർത്തി വിഷ്ണു തന്നെയാണോ? നാരായണൻ തന്നെയാണോ? കൃഷ്ണൻ തന്നെയാണോ? സംശയമായ കാര്യം എല്ലാം തലതിരിഞ്ഞാണ് ചെയ്യുന്നത്. ഇടത് കൈകൊണ്ട് കഴിക്കുന്നു, മറ്റുള്ള സുഹൃത്തുക്കളുടെ വായിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുന്നു, മറ്റുള്ള ഒരു സുഹൃത്തുക്കളുടെ എന്താ പറയുക, അവരുടെ ചോറും പാത്രം കട്ട് കഴിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ബ്രഹ്മാവിന് കൺഫ്യൂഷനായി. ആ സമയത്താണ് അദ്ദേഹം ബ്രഹ്മവിമോഹൻ ലീല ചെയ്യുന്നത്. ബ്രഹ്മവിമോഹൻ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് നടക്കുന്നു? ബ്രഹ്മാവ് കാലികളെയും പശുക്കിടാങ്ങളെയും കൃഷ്ണൻ്റെ കൂട്ടുകാരെയും തട്ടിക്കൊണ്ടുപോകുന്നു അല്ലേ. എന്നിട്ട് ഒരു ഗുഹയിൽ ഒളിപ്പിച്ച് വെക്കുന്നു. അവരെല്ലാവരും മോഹാത്സ്യപ്പെട്ട് അവിടെ കിടക്കുന്നു. ആ സമയത്ത് തിരിച്ച് ബ്രഹ്മാവ് ഒന്ന് നോക്കിയപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇത് ബ്രഹ്മാവ് ചെയ്തിട്ടുള്ളതാണെന്ന്. കൃഷ്ണന് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു, കൃഷ്ണൻ തന്നെ വിസ്തരിക്കുന്നു, പശുക്കിടാങ്ങളായിട്ടും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടും. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ബ്രഹ്മാവിന് മനസ്സിലായി ഇത് നാരായണൻ തന്നെയാണ്, എൻ്റെ കൃഷ്ണൻ തന്നെയാണ്, എൻ്റെ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. സംശയം മാറി അദ്ദേഹത്തിന്. കാര്യം അദ്ദേഹം നോക്കുമ്പോൾ ആയിരക്കണക്കിന് കൃഷ്ണൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ പശുക്കിടാങ്ങളും ഉണ്ട്. അവരൊക്കെ ആയിട്ട് കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് വിഷ്ണുമൂർത്തികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ബ്രഹ്മാവ് ഒന്ന് കാൽക്കൽ വീഴുന്നു. ആ സമയത്ത് ബലരാമൻ ഉണ്ടായിരുന്നില്ല അവിടെ. അന്ന് ബ്രഹ്മവിമോഹൻ ലീല നടക്കുമ്പോൾ ബലരാമനില്ല. അഘാസുരൻ്റെ ലീലകൾ നടക്കുമ്പോൾ ബലരാമനില്ല. അന്നത്തെ ദിവസം മാത്രം, അല്ലാത്ത ദിവസങ്ങളിൽ അവർ ഒരുമിച്ചാണ് എപ്പോഴും. സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ലീലകളിൽ ബലരാമൻ കൂടെയില്ല. ബലരാമൻ ഇതിന് ശേഷം ഒരു വർഷത്തോളം പറയുന്നു, ഒരു വർഷത്തോളം കൃഷ്ണനായിരുന്നു പശുക്കളായിട്ടും പശുക്കിടാങ്ങളായിട്ടും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടും കൃഷ്ണൻ്റെ കൂട്ടുകാരായിട്ടും. അപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് എന്താണെന്നറിയില്ല, അവിടെയുള്ള പശുക്കൾക്ക് അമ്മ പശുക്കിടാങ്ങളോടുള്ള സ്നേഹം കൂടി. അതേപോലെ തന്നെ വീട്ടിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കളോടുള്ള സ്നേഹം കൂടുന്നു. ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹമാണ് സ്വന്തം മകനോട് തോന്നുന്നത്. ആക്ച്വലി സ്വന്തം മകനല്ല, സ്വന്തം മകൻ്റെ രൂപം മാത്രമേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഇതെല്ലാം കണ്ട് ബലരാമനും കൺഫ്യൂഷനായി. ബലരാമൻ കാര്യം ലീല നടക്കുന്ന സമയത്ത് ഇല്ലാത്തത് കാരണം ബലരാമൻ ആദ്യമൊന്നും ഇത് നോട്ട് ചെയ്തിട്ടില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ബലരാമനാണ് നോട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ മാറി, എല്ലാവരുടെയും ഒരു ഭാവം തന്നെ മാറിയിരിക്കുന്നു, സ്നേഹമെല്ലാം കൂടി, ഇതെന്താണ് സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനാണ് സംശയം ആദ്യം തോന്നിയത്. ആ ബ്രഹ്മാവിൻ്റെ ആ സംശയത്തെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി എന്നെ, അതായത് ആരെങ്കിലും വന്ന് ഇവിടെ കളിപ്പിക്കുന്നതാണോ എന്നെ? അതായത് എന്നെ ഇവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണോ? അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയോ തിരിമറികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നു അദ്ദേഹം. പിന്നീട് മനസ്സിലാവും ഇതെല്ലാം കൃഷ്ണൻ്റെ ലീലയാണെന്നുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം.
यस्याङ्घ्रिपङ्कजरजोऽखिललोकपालेर्मौलि उत्तमेर्धृतमुपासिततीर्थतीर्थं ब्रह्मा भवोऽहमपि यस्य कलाकलायः श्रीश्चोद्वहेमक्षिराम् अस्य नृपासनं क्व. हरे कृष्ण. ओम नमो भगवते वासुदेवाय. यस्यां कृपङ्कजरजोगिललोकपालैर्मौल्यत्तमैर्धृतम् उपासिततीर्थतीर्थं ब्रह्मा भवो अहमपि यस्य कलाकलाया श्रीश्चोद्वहेमाचिरमस्य नृपासनं क्व. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഒരു സിംഹാസനത്തിന്റെ മൂല്യം എന്താണ്? വിവിധ ലോകപാലകന്മാർ അവരുടെ കിരീടം ചൂടിയ ശിരസ്സുകളിൽ അവിടുത്തെ പാദധൂളി സ്വീകരിക്കുന്നു. ആ ധൂളി തീർത്ഥസ്ഥലങ്ങളെയും തീർത്ഥീകരിക്കുന്നു. അവിടുത്തെ അംശങ്ങളായ ബ്രഹ്മാവും ശിവനും ലക്ഷ്മിയും ഞാൻ പോലും ശാശ്വതമായി ആ ധൂളി ഞങ്ങളുടെ ശിരസിൽ വഹിക്കുന്നു. ഭാവാർത്ഥം. ബലദേവനെ തങ്ങളുടെ വശത്താക്കണമെന്ന ഉദ്ദേശത്തോടെ അവിടുന്ന് പുകഴ്ത്തിയും ശ്രീകൃഷ്ണനെ നിന്ദിച്ചും സംസാരിച്ച കൗരവരോട് ക്രുദ്ധനായ ബലദേവൻ പറഞ്ഞതാണ് ഈ ശ്ലോകം. ഭാഗവതം 10:68-37. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബലരാമന് കൗരവരോട് ചെറിയ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ദുര്യോധനൻ ആക്ച്വലി ബലരാമനിൽ നിന്നാണ് ഗദ കൊണ്ടുള്ള യുദ്ധമൊക്കെ പഠിക്കുന്നത്. ബലരാമൻ അതുകൊണ്ട് യുധിഷ്ഠിരനോടും കൗരവരോട് ചെറിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. കൃഷ്ണന് സ്നേഹമുണ്ട്, പക്ഷേ ബലരാമന് കുറച്ച് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവർക്കറിയാം. കാര്യം ദുര്യോധനൻ്റെ മകളും കൃഷ്ണൻ്റെ മകനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, തട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ബലരാമൻ ആദ്യം ബലരാമൻ വന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. അതേപോലെ വേറൊരു ഇൻസിഡൻറ്റിൽ സുഭദ്രയുടെ വിവാഹ സമയത്ത് അർജുനൻ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് ആ സമയത്ത് ആക്ച്വലി ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ബലരാമൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കറിയാം, കൗരവർക്ക് ബലരാമന് ഒരു സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ കൃഷ്ണനെതിരെയാക്കാൻ വേണ്ടിയിട്ട് ബലരാമനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവർ. അതായത് ബലരാമനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാര്യം കൃഷ്ണനെ പോലെ തന്നെ ഈക്വലാണ് ബലരാമൻ അല്ലേ. അപ്പോൾ ബലരാമനെ അവരുടെ വശത്തേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ സമയത്ത് തിരിച്ചു പറയുന്നതാണ്, അതായത് നിങ്ങളുടെ ഈ കളികളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എന്താണ് കൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ്. സർവ്വലോക മഹേശ്വരം അദ്ദേഹം. എല്ലാ തീർത്ഥങ്ങളും അദ്ദേഹത്തിൽ വസിക്കുന്നു. ബ്രഹ്മാവിൻ്റെയും ഭഗവാൻ ശിവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും എൻ്റെയും, ബലരാമൻ പറയും, എൻ്റെയും ഞങ്ങളൊക്കെ ആ വ്യക്തിയുടെ ആ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലെ ധൂളിയെടുത്ത് അതാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ എന്താ പറയുക ആഭരണമായിട്ട് ധരിക്കുന്നത്, ആഭൂഷണം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്ക് എതിരെ ഞാൻ വരണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരാണെന്ന്, കൃഷ്ണൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയുവാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭൃത്യ യാരേ യചേ നാചായേ സേ തായ്ചേ കര നൃത്യ. ഹരേ കൃഷ്ണ പ്രഭു. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭൃത്യ യാരേ ഐചേ നാചായാസേ തൈചേ കാരേ നൃത്യ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ മാത്രമാണ് പരമനിയന്താവ്, മറ്റുള്ളവരെല്ലാം അവിടുത്തെ ഭൃത്യരും. അവരെല്ലാം അവിടുന്ന് ഇംഗിതത്തിനൊത്ത് നൃത്തം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ. അപ്പോൾ ഏകലേ ഈശ്വര എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. ആരസഭ ഭൃത്യ, ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ സേവകരാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിസ്തരണം ആയിട്ടുള്ള ബലരാമൻ ഭഗവാന്റെ സേവകനാണെന്ന് പറയുമ്പോൾ അതിന് താഴെ വരുന്നവർ തീർച്ചയായിട്ടും സേവകരാണ് അല്ലേ, ഓട്ടോമാറ്റിക്കലി. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ യാരെ യച്ചേ നാചായസേ തായ്ച കൃത് കരേ നൃത്യ. ബാക്കി എല്ലാവരും കൃഷ്ണൻ പറയുന്നതനുസരിച്ചിട്ട് നച്ചായെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ
അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാവരും പരമജീവിത പുരുഷനായിട്ടുള്ള കൃഷ്ണനെയാണ് ആശ്രയിക്കുന്നത്. ഏയ് മത ചൈതന്യ ഘോഷായ് ഏകലെ ഈശ്വര ആരസഭ പാർഷി പാരിഷാദ കേഹവാ കിങ്കര. ഹരേ കൃഷ്ണ. ഹരേ ഏയി മത ചൈതന്യ ഗോസാനി ഏകേലെ ഈശ്വര അരസഭ പരിഷദ കേഹേവ കിങ്കര. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. അപ്രകാരം ശ്രീ ചൈതന്യനും ഏകൈക നിയന്താവാണ്. മറ്റുള്ളവരെല്ലാം അവിടെ നിന്റെ സഹചാരികളും കിങ്കരന്മാരുമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവും ഏകല കൃഷ്ണൻ തന്നെയാണ്. ഏകേ മാത ചൈതന്യ ഘോഷ ഏകല ഈശ്വർ. അദ്ദേഹം പരമജീവന പുരുഷൻ കൃഷ്ണൻ തന്നെയാണ്. ബാക്കിയുള്ള പാർഷദരെല്ലാം മഹാപ്രഭുവിൻ്റെ പാർഷദരെല്ലാവരും അദ്ദേഹത്തിൻ്റെ സേവകരാണ്. എങ്ങനെയാണോ കൃഷ്ണൻ്റെ സേവകരാണ് മറ്റുള്ളവർ, അതേപോലെ തന്നെ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ വ്യത്യാസമില്ല. ഗുരുവർഗ നിത്യാനന്ദ അദ്വൈതാചാര്യ ശ്രീവാസാദി ആരയത ലഘു സമ ആര്യ സബേ പാരിഷാദ സബേ ലീലാര സഹായ സബലായ നിജ കാര്യ സാധേ ഗൗര റായ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഗുരുവർഗ നിത്യാനന്ദ അദ്വൈത ആചാര്യ ശ്രീവാസാദി ആരായത ലഘു സമ ആര്യ സബേ പാരിഷദ സബേ ലീലാര സഹായ സബാലന നിജ കാര്യ സാധേ ഗൗരരായ. വിവർത്തനം ബൈ A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാ ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യൻ, ശ്രീവാസ ഠാക്കൂർ തുടങ്ങിയ മുതിർന്നവരും അതുപോലെ അവിടുന്നേക്കാൾ ഇളയവരോ തുല്യരോ മുതിർന്നവരോ ആയ എല്ലാവരും അവിടുത്തെ ലീലകളിൽ സഹായികളാണ്. ഗൗരാംഗ മഹാപ്രഭു അവരുടെ സഹായത്തോടെ സ്വലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ശ്രീവാസ് ഠാക്കൂർ, അതേപോലുള്ള മറ്റുള്ള ഭക്തരെല്ലാവരും ആക്ച്വലി എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദരാണ് അല്ലേ? ഇവരെല്ലാവരുടെയും റോൾ എന്താണ്? മഹാപ്രഭുവിനെ അദ്ദേഹത്തിൻ്റെ ലീലയിൽ സഹായിക്കുക. കൃഷ്ണനെ കൃഷ്ണലീലയിൽ എല്ലാ അദ്ദേഹത്തിൻ്റെ പാർഷദരും സഹായിക്കുന്നത് പോലെ ചൈതന്യ മഹാപ്രഭുവിനെ ഇവരെല്ലാവരും ലീലകളിൽ സഹായിക്കുന്നു. ഈ പറയുന്ന പാർഷദരെല്ലാവരും അതാണ്. അദ്വൈത ആചാര്യ നിത്യാനന്ദ ദുയി അംഗ ദുയി ജനലായ പ്രഭുരായത കിച്ചുരംഗ. വായിക്കൂ. ഹരേ കൃഷ്ണ. അദ്വൈത ആചാര്യ നിത്യാനന്ദ ദുയി അംഗ ദുയി ജനലന പ്രഭുരായത കിച്ചുരംഗ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ സമഗ്ര ഭാഗങ്ങളായ ശ്രീ അദ്വൈത ആചാര്യനും നിത്യാനന്ദ പ്രഭുവും അവിടുത്തെ മുഖ്യ സഹചാരികളാണ്. ഈ രണ്ട് വ്യക്തിതത്വങ്ങളുടെയും കൂടെ അവിടുന്ന് വിവിധ രീതികളിലുള്ള ലീലകൾ നിർവഹിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. അദ്വൈതാചാര്യ ശ്രീല നിത്യാനന്ദ പ്രഭു ഭഗവാന്റെ അംശമാണ് അല്ലേ? അപ്പോൾ ഇവരാണ് പ്രധാനപ്പെട്ട രണ്ട് സേവകർ അല്ലെങ്കിൽ വിസ്തരണങ്ങൾ. ആക്ച്വലി നമുക്കറിയാം അദ്വൈതാചാര്യ മഹാവിഷ്ണുവിൻ്റെ അവതാരമായതുകൊണ്ട് അദ്ദേഹവും ഈശ്വര തത്വമാണ്, അല്ലെങ്കിൽ അദ്ദേഹവും വിഷ്ണു തത്വമാണ്. ശ്രീ നിത്യാനന്ദ പ്രഭു തീർച്ചയായിട്ടും വിഷ്ണു തത്വമാണ്, ബലരാമനാണ് അദ്ദേഹം. അദ്വൈതാചാര്യം വിഷ്ണു തത്വമാണ്. അപ്പോൾ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താക്യം നമാമി ഭക്തശക്തികം. അവിടെ 3 പേര് വിഷ്ണു തത്വമാണ് അല്ലെങ്കിൽ ഭഗവാനാണ്. 3 പേര് ഭഗവാനുണ്ട്. 2 പേര്, ഒന്ന് രാധാറാണി, ഒന്ന് ഭഗവാന്റെ ആന്തരിക ശക്തി ഗദാധർ പണ്ഡിറ്റ്. ശ്രീവാസ് ഠാക്കൂർ ഭക്തൻ അല്ലെങ്കിൽ ഭക്തരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവർ. മറ്റുള്ളവർ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യ 3 പേരും ഈശ്വര, അവർ ഭഗവാനാണ് അവർ 3 പേരും. അതാണ് അദ്വൈത ആചാര്യ ഗോസായി സാക്ഷാത് ഈശ്വര പ്രഭു ഗുരു കരി മാനെ തീ ഹോതാ കിങ്കര. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യ ഗോസാനി സാക്ഷാത് ഈശ്വര പ്രഭു ഗുരു കരി മാനെ തിൻ ഹോത കിങ്കര.
വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈതാചാര്യർ സാക്ഷാൽ ഭഗവാനാകുന്നു. മഹാപ്രഭു അവിടുന്നിനെ തന്റെ ഗുരുവായി കരുതുന്നുവെങ്കിലും അദ്വൈതാചാര്യർ മഹാപ്രഭുവിന്റെ ദാസനാണ്. ഭാവാർത്ഥം: അദ്വൈത പ്രഭുവിന് തന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ടായിരുന്നതിനാൽ ശ്രീ ചൈതന്യൻ അവിടുന്നിനെ പിതൃതുല്യം ബഹുമാനിച്ചു. എങ്കിലും അദ്വൈത പ്രഭു താൻ മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനാണെന്ന് എല്ലായ്പ്പോഴും സ്വയം കണക്കാക്കി. അദ്വൈത പ്രഭുവും മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരുവായ ഈശ്വരപുരിയും നിത്യാനന്ദ പ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കൂടിയായിരുന്ന മാധവേന്ദ്രപുരിയുടെ ശിഷ്യന്മാരായിരുന്നു. അപ്രകാരം ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക മാതുലൻ എന്ന നിലയിൽ അദ്വൈത പ്രഭു എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവനായിരുന്നു. കാരണം ഒരുവൻ തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ദൈവിക സഹോദരന്മാരെ സ്വന്തം ഗുരുവിനെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതാണ്. ഈ പരിഗണനകളെല്ലാം വെച്ച് നോക്കിയാൽ അദ്വൈത പ്രഭു ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ ഉപരിസ്ഥാനത്തിലായിരുന്നു. എങ്കിലും താൻ ശ്രീ ചൈതന്യന്റെ താഴെയാണെന്ന് അദ്വൈത പ്രഭു സ്വയം കരുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ അദ്വൈതാചാര്യ അദ്ദേഹം പറഞ്ഞ പോലെ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ശ്രീ മഹാവിഷ്ണുവാണ്. അദ്ദേഹം ഭഗവാൻ തന്നെ. മഹാപ്രഭു അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അദ്വൈതാചാര്യയാണെങ്കിൽ മഹാപ്രഭുവിൻ്റെ സേവകൻ്റെ ഭാവത്തിലായിരുന്നു. ഒന്ന്, പ്രായത്തിൽ അദ്വൈതാചാര്യ ഒരുപാട് മുതിർന്നതായിരുന്നു. അച്ഛൻ്റെ സ്ഥാനമാണ് മഹാപ്രഭു അദ്വൈതാചാര്യയ്ക്ക് കൊടുത്തിരുന്നത്. മാത്രമല്ല, ഇപ്പം ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവായിട്ടുള്ള ഈശ്വരപുരിയുടെ ദൈവിക സഹോദരൻ, ഗോഡ് ബ്രദറാണ് ആര്? അദ്വൈത പ്രഭു. ശ്രീപാദ് മാധവേന്ദ്രപുരിയാണ് അദ്വൈത പ്രഭുവിൻ്റെ ഗുരു. അതേപോലെ ഈശ്വരപുരിയുടെയും ഗുരു, ശ്രീപാദ് ഈശ്വരപുരിയുടെയും ഗുരു ശ്രീപാദ് മാധവേന്ദ്രപുരിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്വൈത പ്രഭു സ്വന്തം ഗുരുവിനെ പോലെ ബഹുമാനീയനായിരുന്നു. കാര്യം ഗുരുവിൻ്റെ കൂടെ ഒരേ ഗുരുവാണ് അവർക്ക്. അദ്വൈത പ്രഭുവിൻ്റെയും ഈശ്വരപുരി മഹാരാജിൻ്റെയും ഗുരു ശ്രീപാദ് മാധവേന്ദ്രപുരിയാണ്. അപ്പോൾ അദ്വൈത പ്രഭു ഈശ്വരപുരി മഹാരാജിൻ്റെ ഗോഡ് ബ്രദർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്താണ് കണ്ടിരുന്നത്. എന്നാൽ അദ്വൈതാചാര്യയ്ക്ക് അങ്ങനെയായിരുന്നു. അദ്വൈതാചാര്യയുടെ ഭാവം അങ്ങനെയായിരുന്നില്ല. അദ്വൈതാചാര്യ മഹാപ്രഭുവിൻ്റെ സേവകൻ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു റിലേഷനായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ഓക്കെ, ഇതുമായിട്ട് സംബന്ധിച്ച ഒരു ചെറിയൊരു ലീലയുണ്ട്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഞാനിന്ന് നേരത്തെ അവസാനിപ്പിക്കുന്നു. കുറച്ച് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകിപ്പോയിരുന്നു. സോ താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃത് की जय, श्रील प्रभुपाद की जय, कृष्णदास कविराज गोस्वामी की जय, हिताय गौर प्रेमानंदे. हरे कृष्णा. प्रणाम.